നമസ്കാരം. പശ്ചിമേഷ്യയിൽ സംഘർഷം തീർന്നു. ഇസ്രയേലും ഇറാനും കഴിഞ്ഞ രാത്രി മിസൈലുകൾ പരസ്പരം വർഷിച്ചില്ല. അമേരിക്ക എല്ലാം നിരീക്ഷിച്ചു. പ്രശ്നം തീരുന്നുവെന്നാണ് സൂചന. പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾ രൂക്ഷമാവുകയും തന്ത്രപ്രധാന ഹോർമസ് കടലിടുക്കിൽ തടസ്സം നേരിടുകയും ചെയ്താൽ ലോകത്തെ ഇന്ധന വിതരണം ആകെ ആശങ്കയിലാകുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. ഇതും യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുന്നതിന് കാരണമായി. ഗൾഫ് രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ഇത് തകിടം മറിക്കുമായിരുന്നു. അങ്ങനെയാണ് അമേരിക്ക വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായതെന്നാണ് സൂചന. അതിനിടെ എന്ത് പ്രശ്നമുണ്ടായാലും ഇന്ത്യ സേഫ് ആണെന്നാണ് സൂചന. പശ്ചിമേഷ്യൻ രാജ്യങ്ങൾക്ക് പുറമെ റഷ്യ, പടിഞ്ഞാറൻ ആഫ്രിക്ക, US, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് എണ്ണ കൂടുതലായി വാങ്ങാനാണ് ഇന്ത്യയുടെ ആലോചന. പേർഷ്യൻ കടലെടുക്ക് ഒഴിവാക്കിയുള്ള വ്യാപാര പാതയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ലഭ്യത ഇന്ത്യയെ കാര്യമായി ബാധിക്കില്ലെന്നാണ് കേന്ദ്രം നൽകുന്ന സൂചന. ഒരു രാജ്യത്തിൽ നിന്ന് മാത്രം വാങ്ങാതെ വിവിധ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യൻ തന്ത്രമാണ് ഇതിന് കാരണം. നിലവിൽ ഇന്ത്യയിലേക്കുള്ള പെട്രോളിയം ടാങ്കറുകളുടെ ഭൂരിഭാഗവും ഹോർമുസ് കടലെടുക്ക് വഴിയല്ല രാജ്യത്തേക്ക് എത്തുന്നത്. ഇതിന് പുറമെ അടിയന്തര ആവശ്യത്തിനായി രാജ്യത്തിന്റെ 3 ഇടങ്ങളിൽ ഇന്ത്യ തന്ത്രപരമായ എണ്ണ ശേഖരവും ഒരുക്കി വെച്ചിട്ടുണ്ട്. 70 മുതൽ 74 ദിവസം വരെ രാജ്യത്തിന് ആവശ്യമായ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എല്ലാ സമയത്തും ഇന്ത്യയിലുണ്ട്. ഇതിന് പുറമെയാണ് 10 ദിവസത്തോളം ഉപയോഗിക്കാൻ പാകത്തിൽ കരുതൽ ശേഖരവും സജ്ജം. പെട്രോളിയം മന്ത്രാലയത്തിന് കീഴിലെ ഇന്ത്യൻ സ്ട്രാറ്റജിക് പെട്രോളിയം റിസർവ് ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിന്റെ നിയന്ത്രണത്തിലാണ് ഈ കേന്ദ്രങ്ങൾ. ആന്ധ്രാപ്രദേശിലെ വിശാഖപട്ടണം, കർണാടകയിലെ മംഗളൂരു, പദൂർ എന്നീ സ്ഥലങ്ങളിലായി ഭൂമിക്കടിയിൽ 5.33 മില്യൺ മെട്രിക് ടൺ ക്രൂഡ് ഓയിൽ ശേഖരമാണുള്ളത്. ഭൗമോപരിതലത്തിൽ നിന്ന് 90 മീറ്റർ താഴ്ചയിൽ കിലോമീറ്ററുകളോളം നീളത്തിലുള്ള കരിങ്കൽ അറകളിലാണ് എണ്ണ സൂക്ഷിക്കുന്നത്. 30 നില കെട്ടിടത്തിന്റെ ആഴത്തിലാണ് ഈ അറകളുള്ളത്. രാജ്യത്തിന് ആവശ്യമായി വരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ 80% വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയിലൂടെയാണ് ഇന്ത്യ കണ്ടെത്തുന്നത്. പ്രതിദിനം 5 ബില്യൺ ബാരൽ എണ്ണയാണ് ഇന്ത്യക്ക് ആവശ്യമായി വരുന്നത്. മുൻകാലങ്ങളിൽ തിരഞ്ഞെടുത്ത ചില രാജ്യങ്ങളിൽ നിന്ന് മാത്രമാണ് ഇന്ത്യ എണ്ണ വാങ്ങിയിരുന്നത്. ഇന്ന് 40-ലധികം രാജ്യങ്ങളിൽ നിന്നും വാങ്ങുന്നു. ഏപ്രിൽ, മെയ് മാസങ്ങളിലെ കണക്ക് പരിശോധിച്ചാൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ ക്രൂഡ് ഓയിൽ വാങ്ങിയത് റഷ്യയിൽ നിന്നാണെന്ന് വ്യക്തം. ആകെ ഇറക്കുമതി ചെയ്തതിന്റെ 39%. യുക്രൈൻ യുദ്ധത്തോടെ പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയത് റഷ്യൻ ക്രൂഡ് ഓയിലിന് വിലയിടിച്ചിരുന്നു. ഇത് ഇന്ത്യ അവസരമാക്കി മാറ്റി. ജൂണിലും റഷ്യയിൽ നിന്നുള്ള എണ്ണ വാങ്ങൽ സജീവമാണ്. ഇറാഖ്, സൗദി അറേബ്യ, UAE, USA, നൈജീരിയ, അങ്കോള, കുവൈറ്റ്, വെനസ്വേല എന്നീ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യ എണ്ണ വാങ്ങുന്നുണ്ട്. ഖത്തറിലെ അമേരിക്കൻ സൈനിക ബേസുകളിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയിട്ടും എണ്ണവില കുതിച്ചില്ലെന്ന് മാത്രമല്ല വലിയ തോതിൽ ഇടിയുകയും ചെയ്തു. ഖത്തറിലെ ഇറാൻ ആക്രമണത്തോട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണം തന്നെയാണ് എണ്ണവില കുതിച്ചുയരാതിരിക്കാൻ പ്രധാന കാരണം. ഖത്തറിലെ അമേരിക്കൻ സൈനിക താവളം ആക്രമിച്ചതിന് പ്രതികാര നടപടി ഉണ്ടാകില്ലെന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഇറാൻ അവരുടെ എല്ലാ വർഷവും തീർത്തു കാണുമെന്നും ഇനി വിദ്വേഷം ഉണ്ടാകില്ലെന്നും പ്രതീക്ഷിക്കുന്നതായി ട്രംപ് സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കുറിച്ചിരുന്നു. US-നെതിരെ പ്രതികാരം ചെയ്യാൻ തിരിച്ചടിച്ചുവെന്ന പ്രതീതി സൃഷ്ടിക്കാനാണ് ഇറാൻ ഖത്തറിലെ ക്യാമ്പ് ആക്രമിച്ചതെന്നാണ് വിലയിരുത്തൽ. ഇസ്രയേൽ ആക്രമണം അവസാനിപ്പിച്ചാൽ സമാധാനത്തിനായി സന്ധി ചെയ്യാൻ തങ്ങൾ തയ്യാറാണെന്ന ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ പ്രതികരണവും സമാധാനം പുലരുമെന്ന സൂചനയായിട്ടാണ് കരുതുന്നത്. രാജ്യാന്തര എണ്ണ വിതരണത്തിന്റെ 20% നടക്കുന്ന ഹോർമുസ് കടലിടുക്ക് അടയ്ക്കുമെന്ന് കഴിഞ്ഞ ദിവസം ഇറാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഇറാൻ പാർലമെന്റും ഇതിന് പിന്തുണ നൽകിയിരുന്നു. എന്നാൽ ഹോർമുസ് പാതയിൽ തടസ്സം സൃഷ്ടിക്കാൻ ഇറാൻ ശ്രമിച്ചിട്ടില്ല. ഇത്തരത്തിൽ നീക്കം നടത്തരുതെന്ന് സൗഹൃദ രാഷ്ട്രമായ ചൈനയുടെ മുന്നറിയിപ്പും ഇറാനെ തീരുമാനത്തിൽ നിന്ന് പിന്തിരിപ്പിച്ചു. ചൈനയിലേക്കുള്ള എണ്ണ വിതരണത്തിൽ തടസ്സമുണ്ടാകാൻ ഇറാൻ ആഗ്രഹിക്കുന്നില്ല. റഷ്യയും ചൈനയും അടക്കം ചുരുക്കം ചില രാജ്യങ്ങൾ മാത്രമാണ് ഇറാന് പ്രസ്താവനകളിലൂടെയെങ്കിലും പിന്തുണ നൽകുന്നത്.